41 ദിവസം നീണ്ട പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. ഇറാനെതിരായ അന്ത്യശാസനം നീട്ടണമെന്ന പാകിസ്ഥാൻ നിർദ്ദേശം ട്രംപ് അംഗീകരിച്ചതായാണ് വിവരം. ഇറാനിൽ വെടിനിർത്തൽ 2 ആഴ്ച കൂടി നീട്ടുന്നു എന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരായ അന്ത്യശാസനം നീട്ടണമെന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നിർദ്ദേശം അംഗീകരിക്കുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ സൈനിക ലക്ഷ്യങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ചെന്നും ഇറാനുമായുള്ള ദീർഘകാല സമാധാന കരാർ ചർച്ചയിൽ പുരോഗതിയുണ്ടെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രധാന തർക്ക വിഷയങ്ങളിൽ ഭൂരിഭാഗത്തിലും ധാരണയായെന്നാണ് ട്രംപ് പറയുന്നത്. ഹോർമുസ് കടലിടുക്ക് ഉടനടി പൂർണ്ണമായും തുറന്നുകൊടുക്കാൻ ഇറാൻ തയ്യാറാകണമെന്ന നിബന്ധനയിലാണ് തീരുമാനമെന്നും ട്രംപ് പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് തുറന്നുകൊടുത്തില്ലെങ്കിൽ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ശക്തമായ സൈനികാക്രമണം നടത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ട്രംപിന്റെ സമയപരിധി അവസാനിക്കാൻ 1 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെയാണ് ഈ സുപ്രധാന പ്രഖ്യാപനമുണ്ടായത്. പശ്ചിമേഷ്യ യുദ്ധഭീതി നിലനിൽക്കെ ഉണ്ടായ നീക്കം ലോകരാജ്യങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. ഇറാനും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തിൽ മധ്യസ്ഥനായത് പാകിസ്ഥാനാണ്. ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 2 ആഴ്ചത്തെ വെടിനിർത്തലിൽ ഇസ്രയേലും പങ്കാളിയാണെന്ന് വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചു. ചർച്ചകൾ തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രയേലും ബോംബാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ സമ്മതിച്ചതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അമേരിക്കയുമായുള്ള 2 ആഴ്ചത്തെ വെടിനിർത്തലിന് സമ്മതിച്ചതിനെ തുടർന്ന് വെടിവെപ്പ് നിർത്താൻ ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടുണ്ട്. എന്നാൽ ഇത് യുദ്ധത്തിന്റെ അവസാനമല്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. യുഎസോ ഇസ്രയേലോ ഏതെങ്കിലും തരത്തിൽ ഇതിനെതിരായി പ്രവർത്തിച്ചാൽ തങ്ങളുടെ കൈകൾ ട്രിഗറിൽ തന്നെയാണെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഫെബ്രുവരി 28-ന് യുഎസും ഇസ്രയേലും ഇറാനെതിരെ നടത്തിയ ആക്രമണത്തിൽ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ 39 ദിവസത്തിനിടെ നടന്ന സംഘർഷത്തിൽ വിവിധ രാജ്യങ്ങളായി നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ദിവസങ്ങൾക്ക് മുൻപ് വെടിനിർത്തൽ ആവശ്യപ്പെട്ട യുഎസ് ഇറാനിലേക്ക് 15 നിർദ്ദേശങ്ങൾ അയച്ചിരുന്നു. ഇതിന് മറുപടിയായി ചർച്ചകൾക്കായി പരിഷ്കരിച്ച 10 നിർദ്ദേശങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.